Hi everyone, in today's class we are going to discuss about magnetic material used in electrical machine, instruments and relays. First we are going to discuss about magnetic material used in relay. A relay is electrically operated switch. Many relay use electromagnet to operate a switching mechanism. That is, ഇപ്പം സ്വിച്ചസിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നോർമലി ക്ലോസ് സ്വിച്ചിനെ ഓപ്പൺ ചെയ്യാനും നോർമലി ഓപ്പൺ സ്വിച്ചിനെ ക്ലോസ് ചെയ്യാനും ആ സ്വിച്ചിങ് മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിലേസിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോൾട്ട് ഇപ്പം ഒരു റിലേ പ്രൊട്ടക്ഷൻ റിലേ ആണെങ്കിൽ ഒരു ഐസൊലേഷൻ ഫോൾട്ടി സർക്യൂട്ടിനെ നമ്മൾ ഫോൾട്ടി സെക്ഷനിനെ നമ്മൾ ഒരു സർക്യൂട്ടിന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ സ്വിച്ചസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം റിലേസ് were used extensively in telephone exchanges and early computer to perform logical operations. പണ്ട് കമ്പ്യൂട്ടേഴ്സിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, റിലേസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റ്സും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇപ്പം പെർമനൻറ്റ് മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് റിലേസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേയിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ കോർ ഉണ്ടാവും, അതിനെ വൗണ്ട് ചെയ്തിട്ട് ഒരു കോയിൽ ഉണ്ടാവും. ദറ്റ് ഈസ് എ സിമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് വയർ സറൗണ്ടിങ് എ സോഫ്റ്റ് അയൺ കോർ, an iron yoke which provide a low reluctance path for the magnetic flux, and a mobile iron core armature and one or more set of contacts. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഒരു റിലേയുടെ ഹാർഡ്വെയർ പാർട്ട്. അതിലൊരു അയൺ കോർ ഉണ്ട്, അതിനെ വൗണ്ട് ചെയ്തിട്ട് ഒരു കോയിലുണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് സ്വിച്ചസ് ഉണ്ട്, ഇവിടെ ഓപ്പൺ സ്വിച്ചസ് ഉണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാർട്ട് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്തു. ആ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുമ്പം എന്തിനെ അട്രാക്ട് ചെയ്യും, ഈ ഒരു കോണ്ടാക്റ്റിനെ അട്രാക്ട് ചെയ്തിട്ട് ഇത് താഴോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ നോർമലി ക്ലോസ് സ്വിച്ച് എന്താവും, ഓപ്പൺ ആയിട്ട് എന്താണ് ഇനീഷ്യലി ഈ ഒരു സർക്യൂട്ടിലാണ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ലാമ്പ് എ ആണ് ഓൺ ആയിരുന്നെങ്കിൽ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ കൊണ്ട് നോർമലി ക്ലോസ് സ്വിച്ച് ഓപ്പൺ ആയിട്ട് ഇത് ഓഫ് ആവും. ലാമ്പ് എ ഓഫ് ആയിട്ട് ലാമ്പ് ബി ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക, അതായത് ഓൺ ആവുക. ദാറ്റ് മീൻസ് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നു നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ലാമ്പ് ബി ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഈ പുഷ് ബട്ടൺ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നത്. പുഷ് ബട്ടൺ സ്വിച്ചിൻ്റെ ഒരു അനിമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂ മാഗ്നറ്റിക് മെറ്റീരിയൽ ഫോർ റിലേ ഡിസൈൻസ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ റിലേസിൽ യൂസ് ചെയ്യുന്ന അധികം പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. ആൻഡ് ദിസ് മാഗ്നറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ദ സ്ട്രെങ്ത് അണ്ടർ ഓൾ ടെമ്പറേച്ചേഴ്സ്. 3 types of permanent magnets ഉണ്ട്: ceramic type magnets, Alnico type magnets and rare earth type magnets. First one, ceramic magnets. Ceramic magnets are composed of strontium or a barium ferrite and a ceramic base material. Ceramic magnets are hard and brittle. ഈ സെറാമിക് മാഗ്നറ്റ്സ് 1960s ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാൻമെയ്ഡ് മാഗ്നറ്റ്സ് ആണ്. അതായത് അയൺ ഓക്സൈഡും സ്ട്രോണ്ടിയം കാർബണേറ്റും മിക്സ് ചെയ്തിട്ട് അതിനൊരു 2000 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഈ മിക്സ്ഡ് എലമെൻറ്റ് ഒരു ഫെറൈറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ഏത് സെറാമിക് മാഗ്നറ്റ് എന്നൊരു മാൻമെയ്ഡ് മാഗ്നറ്റ് ആണ്. ഇത് 2 ടൈപ്പ് മാഗ്നറ്റുണ്ട്, സോഫ്റ്റും അതേപോലെ ഹാർഡ് സെറാമിക് മാഗ്നറ്റും. ഈ സോഫ്റ്റ് സെറാമിക് മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോയസിവിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ കോയസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഹൈ കോയസിവിറ്റി ആയിരിക്കും ഇതിനുണ്ടാവുക ഹാർഡ് സെറാമിക് മാഗ്നറ്റിന്. ദറ്റ് ഈസ് ഹൈ കോയസീവ് ഫോഴ്സ് ആയിരിക്കും. ദറ്റ് ഈസ് ഈ കോയസീവ് ഫോഴ്സ് അതൊക്കെ ഞാൻ ഡിറ്റർമിനേഷൻ ഓഫ് ബി എച്ച് കർവ്, നിങ്ങൾ MIയിൽ ഡിറ്റർമിനേഷൻ ഓഫ് ബി എച്ച് കർവിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷം ഇത് കാണാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെറാമിക് മാഗ്നറ്റ്. ഗുഡ് ഡിമാഗ്നറ്റൈസേഷൻ റെസിസ്റ്റൻസ് ആണ് ഏതിനുള്ളത്, സെറാമിക് മാഗ്നറ്റ്. അതായത് പെട്ടെന്ന് ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ് ഗുഡ് റെസിസ്റ്റൻസ് ടു ഡിമാഗ്നറ്റൈസേഷൻ. ആൻഡ് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്, അത് ഇൻഎക്സ്പെൻസീവ് ആണ്. ആൻഡ് ദേ ആർ സ്റ്റേബിൾ അപ് ടു അപ്രോക്സിമേറ്റ്ലി 300 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് സ്റ്റേബിൾ ആണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്,
ദറ്റ് ഈസ് ചിലപ്പോൾ ക്രാക്സ് വരാൻ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇത് യൂസ് ചെയ്യും, ഈ ഒരു ഇതിനെ മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ മെഷീൻ ടെക്നിക്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന് ഷേപ്പിൽ വേറെ ഷേപ്പിൽ കട്ട് ചെയ്യാനോ ഇതിനൊക്കെ ചെയ്യുമ്പോൾ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, Alnico magnet. Alnico magnets are made of alloy of aluminum, nickel and cobalt. ഇതിൻ്റെ ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് Alnico magnets ഉണ്ടാക്കിയത്. അപ്പം ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് Alnico, permanent magnets were very limited in their application, and the magnetic properties of Alnico were vastly superior to what was available at that time. Next, advantages and disadvantages of Alnico magnets. Advantages: Alnico magnets have very high operating temperature up to 520 degrees Celsius. അപ്പോൾ 520 degrees Celsius വരെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലൊരു മാഗ്നറ്റാണ് Alnico മാഗ്നറ്റ്. അതിനുശേഷം മാത്രമേ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റെഡ്യൂസ് ചെയ്യുള്ളൂ. ആൻഡ് Alnico മാഗ്നറ്റ്സ് ഹാവ് എ ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് Alnico മാഗ്നറ്റ് മെറ്റീരിയൽ ഹാസ് എ ലോങ് ടേം മാഗ്നറ്റിക് സ്റ്റെബിലിറ്റി. പിന്നെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഡീമാഗ്നറ്റൈസേഷൻ. അതായത് ഡീമാഗ്നറ്റൈസേഷൻ എളുപ്പമാണ് ഇതിൽ Alnico മാഗ്നറ്റൈസേഷൻ. ആൻഡ് റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ടു മാനുഫാക്ചർ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് രണ്ടാണ് ഇതിൻ്റെ രണ്ട് ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, റെയർ എർത്ത് മാഗ്നറ്റ്സ്. അപ്പം റെയർ എർത്ത് മാഗ്നറ്റ്സ് ആർ സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ്സ് മെയ്ഡ് ഫ്രം അലോയ് ഓഫ് റെയർ എർത്ത് എലമെൻറ്റ്സ്. അപ്പോൾ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മാഗ്നറ്റാണ് റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 17 റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. ഇതൊക്കെയാണ് റെയർ എർത്ത് എലമെൻറ്റ്സ്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്ത മാഗ്നറ്റ്സ് ആണ് റെയർ എർത്ത് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം there are 2 types of rare earth മാഗ്നറ്റ്സ് ഉണ്ട്. ഒന്ന് Samarium cobalt മാഗ്നറ്റ്സും അതേപോലെ Neodymium മാഗ്നറ്റ്സും. ഇത് രണ്ട് റെയർ എർത്ത് മാഗ്നറ്റ്സ്. സോ ഫസ്റ്റ് വൺ, Samarium cobalt മാഗ്നറ്റ്സ്. അപ്പോൾ Samarium cobalt മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഫ്രം an alloy of Samarium, cobalt, iron, copper, hafnium, zirconium and praseodymium. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ അലോയിൽ നിന്നാണ് Samarium cobalts ഉണ്ടാക്കിയത്. Until the introduction of Neodymium magnet, they were the strongest magnet available. They are extremely difficult to demagnetize. Demagnetize ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഏത് മാഗ്നറ്റിനെ Samarium cobalt മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ. ആൻഡ് പിന്നെ നിയോബ്ഡിയനെക്കാട്ട് മുന്നേ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് നിയോബ്ഡിയം ഡിസ്കവർ ചെയ്യുന്നതിന് മുന്നേ ഇതായിരുന്നു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് അപ് ടു 350 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് റെസിസ്റ്റൻസ് ടു ലോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ബിലോ അബ്സല്യൂട്ട് 0 273 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു മെഷീൻ കട്ടിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൈലി സ്പെഷ്യൽ ടെക്നിക് മെഷീൻസോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ ആവശ്യമാണ്. പിന്നെ ജനറലി മോർ എക്സ്പെൻസീവ് ആണ് ഈ മാഗ്നറ്റ്സ്. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, Neodymium magnets എന്ന് പറയുന്നത്. അപ്പം when Neodymium magnets were discovered 1982 by General Motors and Sumitomo Special Metals, ഇവരാണ് ഇത് ഡിസ്കവേർഡ് ചെയ്ത് 1982. അപ്പം അതിനുശേഷം ഇതായിരുന്നു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഇപ്പോഴും. ആൻഡ് they took the title of the strongest permanent magnet available, which they retain up to this day. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബെസ്റ്റ് പവർ ടു വെയ്റ്റ് റേഷ്യോ ഓഫ് ഓൾ മാഗ്നറ്റ്. എല്ലാ മാഗ്നറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പവർ ടു വെയ്റ്റ് റേഷ്യോ ഉള്ളത് മാഗ്നറ്റാണ് Neodymium മാഗ്നറ്റ്. അതേപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് ടു ഡീമാഗ്നറ്റൈസേഷൻ ആണ്. ആൻഡ് ഓഫൺ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ചോയ്സ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഈസ് magnetism start to reduce degrees that is at 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാഗ്നറ്റിസം എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി പെർമനൻ്റ്ലി ലോസ്റ്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും. അപ്പോൾ 80 ഡിഗ്രീസ്
ടെമ്പറേച്ചർ വരെ ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ് ഇല്ലാതായിപ്പോൾ അന്ന് നശിച്ചു പോകും. അപ്പം മാക്സിമം എത്രയാണ് 80 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷേ എങ്കിൽ ചില ഗ്രേഡ്സ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട് നിയോഡിയം പിന്നെ മാഗ്നറ്റ്സിന്. അതായത് ഇതിൻ്റെ ബ്ലെൻഡ് ഏതൊക്കെ എലമെൻറ്റ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് ഓരോ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേഡിനനുസരിച്ചിട്ട് ചില മാഗ്നറ്റ്സിന് ഹയർ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഈ ഡിഫറെൻറ്റ് ഗ്രേഡ്സ്, അതായത് നിയോഡിയം മാഗ്നറ്റ്സ് തന്നെ ലൈക്ക് N30EH N20EH ഡിഫറെൻ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ മാഗ്നറ്റ്സിൽ തന്നെ. അതിൻ്റെ ഓരോന്നിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ഓരോ എലമെൻ്റ് കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ഇതിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചില മാഗ്നറ്റ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ചിലതിന് ഈ ബാക്കിയുള്ള മാഗ്നറ്റ്സിനൊക്കെ എന്താണ് 80 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉള്ളൂ. അതിനുശേഷം ഇതിൻ്റെ പെർമനൻറ്റ് മാഗ്നറ്റ് അതിന് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ്റ്റ് ആയി പോകും. ആൻഡ് low corrosion resistance ആണ്. ആൻഡ് ഇഫ് ദ പ്ലേറ്റിംഗ് ഈസ് ഡാമേജ്ഡ്, ദാറ്റ് ഈസ് ഇപ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസിന് കുറയും. അപ്പോൾ പെട്ടെന്ന് കൊറോയ്ഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ബ്രിട്ടിലാണ്, മേ ബ്രേക്ക് ക്രാക്ക് ഓർ ചീപ്പ് അപ്പോൺ സഡൻ കൊല്യൂഷൻ വിത്ത് അതർ മാഗ്നറ്റ് ഓർ മെറ്റൽ. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് നിയോഡിയം മാഗ്നറ്റ്സ്. നെക്സ്റ്റ്, മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് സിലിക്കൺ സ്റ്റീൽസ് ഒക്കെയാണ് അധികവും നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ ഇലക്ട്രിക്കൽ മെഷീൻസ്. ലൈക്ക് ട്രാൻസ്ഫോമേഴ്സിൽ കോറായിട്ടും ഇലക്ട്രിക്കൽ റൊട്ടേറ്റിംഗ് മെഷീൻസിൽ, അതേപോലെ റിയാക്ടേഴ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് മാഗ്നറ്റ് ആൻഡ് റിലേ ആയിട്ടും ഒക്കെ റിലേസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കൺ സ്റ്റീൽസ് യൂസ് ചെയ്യുന്നുണ്ട്. Silicon sharply increases the electrical resistivity of iron, thus decreasing the iron loss due to eddy current. അതായത് സിലിക്കൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി കൂട്ടുന്നതുകൊണ്ട് തന്നെ അയൺ ലോസ് കുറക്കും. അതായത് അയൺ ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എഡി കറണ്ട് ലോസിനെയും മിസ്റ്റീരിയസ് ലോസിനെയാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ എഡി കറണ്ട് ലോസിൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡി കറണ്ട് കുറയും. എഡി കറണ്ട് കുറയുന്ന സമയത്ത് എന്താണ്, എഡി കറണ്ട് ലോസും കുറയും. അപ്പോൾ സിലിക്കൺ ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സിലിക്കൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എഡി കറണ്ട് ലോസ് കുറയും. അറ്റ് ഇൻക്രീസ് ദ പെർമിബിലിറ്റി അറ്റ് ലോ ആൻഡ് മോഡറേറ്റ് ഫ്ലെക്സ് ഡെൻസിറ്റി ബട്ട് ഡിക്രീസ് ഇറ്റ് അറ്റ് ഹൈ ഡെൻസിറ്റീസിൽ. ഹൈ ഫ്ലെക്സ് ഡെൻസിറ്റിയിൽ അതിൻ്റെ പെർമിബിലിറ്റി കുറയും. പക്ഷേ ലോ മോഡറേറ്റ് ഫ്ലെക്സ് ഡെൻസിറ്റിയിലാണെങ്കിൽ ഹൈ പെർമിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിലിക്കൺ. അതേപോലെ തന്നെ സിലിക്കൺ ഹിസ്റ്റീരിയസ് ലോസ് റെഡ്യൂസ് ചെയ്യും. എഡീഷൻ ഓഫ് സിലിക്കൺ ടു അയൺ റെഡ്യൂസ് ദ ഹിസ്റ്റീരിയസ് ലോസ്. അതായത് സിലിക്കൺ സ്റ്റീലിൽ നമ്മളൊരു ഹിസ്റ്റീരിയസ് ലൂപ്പാണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള ലൂപ്പാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. ഏരിയ വളരെ ചെറുതാണ് compared to iron. Next, the introduction of silicon steel was an important development. In past, iron was used as a core material in the form of sheet, and the material gradually deteriorated due to repeated heating and cooling. അതായത് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന അയോൺ ആയിരുന്നു. അയണിന് പകരം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിലിക്കൺ സ്റ്റീൽ. അപ്പം അയണിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹീറ്റിങ്ങും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഹീറ്റിങ്ങും കൂളിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അത് മോശമായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗ്രാജുവലി അത് മോശമായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഏത് സിലിക്കൺ സ്റ്റീൽ. ദിസ് ഡിഫിക്കൽറ്റി ഓവർകം ബൈ യൂസിങ് സിലിക്കൺ സ്റ്റീൽ ആസ് എ കോർ മെറ്റീരിയൽ. High frequency power transformer operating at 10 to 100 kilohertz, pulse transformer up to 100 megahertz, recording heads make use of core made up of soft ferrites. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സിലിക്കൺ സ്റ്റീൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അൽനിക്കോ മാഗ്നറ്റ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ മൈക്രോവേവ്. അൽനിക്കോ മാഗ്നറ്റ്സിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഡിവൈസിൽ, മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, വെൻറ്റിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിക്കൺ സ്റ്റീൽസൊക്കെ നമ്മൾ പവർ ട്രാൻസ്ഫോമേഴ്സിൽ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അൽനിക്കോ മാഗ്നറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ്, വെൻറ്റിംഗ് മെഷീൻസ്. അതേപോലെ മോട്ടോഴ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, ഈ റൊട്ടേറ്റിംഗ് മെഷീൻസിൽ നമ്മൾ ഏത് യൂസ് ചെയ്യേണ്ടത്, സിലിക്കൺ സ്റ്റീൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് സച്ച് ആസ് കാർബൺ സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ, കൊബാൾട്ട് സ്റ്റീൽ, ഹാർഡ് ഫെറൈറ്റ്.
അപ്പം ഈ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലാർജ് ഹിസ്റ്റീരിയസ് ലൂപ്പ് ആയിരിക്കും. അപ്പോൾ ലാർജ് ഹിസ്റ്റീരിയസ് ലൂപ്പ് ആണെങ്കിൽ എന്താണ് ഹിസ്റ്റീരിയസ് ലൂസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് BH കർവിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇത് ഈ വീഡിയോ കാണാം. അപ്പോൾ ഹാവ് ലാർജ് ഹിസ്റ്റീരിയസ് ലൂപ്പ് and consequently large energy loss per cycle of magnetization. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റീരിയസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോസും കൂടുതലായിരിക്കും. അതായത് മാഗ്നറ്റൈസേഷൻ, ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷനിൽ എന്താണ് ഇതിൻ്റെ ലോസ് കൂടുതലായിരിക്കും. അപ്പം നമ്മളിത് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് ആവശ്യമുള്ളതിൽ പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസിലൊക്കെയാണ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുക. അവിടെ എന്താണ് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള മീൻസ് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് മാഗ്നറ്റ് ചെയ്ത മെറ്റീരിയൽസ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മളധികവും എന്ത് യൂസ് ചെയ്യുന്നത്, ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇനി സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് സിലിക്കൺ, സ്റ്റീൽ, നിക്കൽ, iron alloy, soft ferrites have a relatively small and narrow hysteresis loop. അതിന് hysteresis loop കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ hysteresis loss അല്ലെങ്കിൽ പവർ കൺസപ്ഷൻ ഓഫ് സ്മോൾ എനർജി ലോസ് per cycle of magnetization are widely used for the construction of core of electrical rotating machine transformer for making electromagnet to reactors and relays. ട്രാൻസ്ഫോമേഴ്സിലൊന്നും നമുക്ക് എന്താ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആവശ്യമില്ല, അവിടെയാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ കേസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യാം, കാരണം അവിടെ മാഗ്നറ്റൈസേഷൻ ഡിമാഗ്നറ്റൈസേഷനും ആൾട്ടർനേറ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് different types of magnetic material used in electrical machines. So that's all for today. Thank you.